Hello, my dear students. Good morning. Welcome back to Business Regulations. നമ്മൾ ഇന്ന് ബിസിനസ് റെഗുലേഷൻ്റെ 18ാമത്തെ സെഷനാണ് നോക്കാൻ പോകുന്നത്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് വേജറിംഗ് കോൺട്രാക്ട് ആൻഡ് കണ്ടീജന്റ് കോൺട്രാക്ട്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ചില കോൺട്രാക്ട്സ് ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വേജറിംഗ് കോൺട്രാക്ട് അറിഞ്ഞതിന് മുമ്പായിട്ട് എന്താണ് അൺസർട്ടൺ അഗ്രിമെന്റ്സ്? കാരണം വേജറിംഗ് കോൺട്രാക്റ്റിൽ ഈ അൺസർട്ടൺ അഗ്രിമെന്റ്സ് ആയിട്ട് ചില ബന്ധമുണ്ട്. അതായത് അൺസർട്ടൺ അഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഗ്രിമെന്റ് ഫോം ചെയ്യാണ്, ചില കാര്യം അൺസർട്ടൺ ആയിട്ടുള്ള കാര്യം ബേസ് ചെയ്തിട്ട് ഒരു അഗ്രിമെന്റ് ഫോം ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്ന എഗ്രിമെന്റ് അൺസർട്ടൺ എഗ്രിമെന്റ് അത് വോയിഡാണ്, വേഗാണ്. ഓക്കെ, നമ്മൾ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്? ആ കാര്യം നടപ്പാക്കാൻ പറ്റുന്നതായിരിക്കും, സർട്ടൺ ആയിരിക്കണം. സർട്ടൺ അല്ലാത്തത്, നടപ്പാക്കാൻ പറ്റാത്ത ഏതൊരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും എഗ്രിമെന്റ് ഫോം ചെയ്യാൻ പാടില്ല. അതാണ് പറയുന്നത് അൺസർട്ടൺ ആയിട്ടുള്ള എഗ്രിമെന്റ് അത് വേഗാണ്, അത് വോയിഡാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. രാമു ആൻഡ് ബാലു 100 kgs ഓഫ് ഓയിൽ സെയിൽ നടത്താനുള്ള ഒരു എഗ്രിമെന്റ് ഫോം ചെയ്തു. പക്ഷേ ഇവിടെ ഒരു അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ എന്ത് ഓയിലാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു എഗ്രിമെന്റ് വോയിഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള അൺസർട്ടൻ എഗ്രിമെന്റ് നമ്മുടെ വേജറിംഗ് കോൺട്രാക്റ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ വേജർ അല്ലെങ്കിൽ വേജറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഈ പന്തയം വയ്ക്കില്ലേ, അതാണ് വേജറിംഗ്. ബെറ്റ് വയ്ക്കുക, അതാണ് വേജറിംഗ്. ഓക്കെ, ആ ബെറ്റ് വയ്ക്കുന്ന കാര്യം ദാറ്റ് ഈസ് അൺസർട്ടൺ, നടക്കാതിരിക്കാം. ഓക്കെ, അത് ലീഗലോ ഇല്ലീഗലോ ആവാം. അതാണ് ഈ വേജറിംഗ് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത. വേജറിംഗ് കോൺട്രാക്ട് അഗ്രിമെന്റ് അല്ലെങ്കിൽ വേജർ എന്നൊക്കെ പറയും. സോ വേജർ മീൻസ് എ പ്രോമിസ് to give money or money worth upon the determination of uncertain event. അതായത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ചൊല്ലി പൈസ ഇടപാട് നടത്താം. ഓക്കെ, ഇൻ വിച്ച് the parties have no material interest on gain or loss. അപ്പോൾ അൺസർട്ടൺ ആയിട്ട് ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത് ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യുന്നു ഇവിടെ വേജറിൽ. അവിടെ ഈ എഗ്രിമെന്റിൽ അതിന് നഷ്ടം വരുന്നുണ്ടെന്നോ ലാഭം വരുന്നുണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ച് വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, വേജറിൽ എ പേഴ്സൺ വിൽ ബി റിക്വയർഡ് ടു പേ മണി ഇഫ് ആൻ അൺസർട്ടൺ ഇവന്റ് ഇസ് ഡിറ്റർമിൻഡ്. ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ചൊല്ലി ഒരാൾ മറ്റാൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. ബെറ്റ് എങ്ങനെയാണ്? And will receive certain amount of money if it is determined in other way. Generally a wager is a bet. ഈ ബെറ്റ് തന്നെയാണ് നമ്മൾ വേജർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ലാഭം ഉണ്ടാവും, ഒരാൾക്ക് നഷ്ടം. ഈ അൺസർട്ടൺ ആയിട്ടുള്ള കാര്യം നടന്നാൽ ഒരാൾക്ക് പൈസ കൊടുക്കണം, നടന്നില്ലെങ്കിൽ വേറെ ആൾക്ക് പൈസ കൊടുക്കണം. അപ്പോൾ മ്യൂച്വലായിട്ട് ഒരാൾക്ക് നടന്നാൽ പൈസ കൊടുക്കണം, നടന്നില്ലെങ്കിൽ വേറെ ആൾക്ക് പൈസ കൊടുക്കണം. മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗെയിൻ ആൻഡ് ലോസ് ആയിട്ടുള്ള രീതിയിലാണ് വേജർ വരുന്നത്. അപ്പോൾ ജാക്ക് ആൻഡ് ടോം രണ്ടുപേരെ അഗ്രി ചെയ്യാണ് ഒരു പർട്ടിക്കുലർ ഡേയിൽ ഇന്ന് മഴ പെയ്യും. ജാക്ക് പറയാണ് ഇന്ന് മഴ പെയ്യും, ടോം പറയാണ് മഴ പെയ്യില്ല. അപ്പൊ ബെറ്റ് വയ്ക്കാം. ജാക്ക് പറയുന്നു മഴ പെയ്യുമെന്ന്. മഴ പെയ്തില്ലെങ്കിൽ ടോമിന് 1000 rupees കൊടുക്കണം. മഴ പെയ്ത ടോം എന്ത് ചെയ്യണം? ജാക്കിന് 1000 rupees കൊടുക്കണം. അപ്പോൾ അതാണ് ഈ വേജർ അല്ലെങ്കിൽ വേജറിംഗ് എഗ്രിമെന്റ് പറയുന്നത്. ഓക്കെ, നമ്മുടെ വേജർ അല്ലെങ്കിൽ വേജറിംഗ് എഗ്രിമെന്റ് വോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിയമത്തിന് പിന്തുണ കിട്ടില്ല.
ആരെങ്കിലും വെട്ടി വെച്ചിട്ട് നമുക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല നിയമപരമായിട്ട്. അതാണ് ഈ ഒരു വേജറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഈ വേജർ എഗ്രിമെൻ്റ് എൻ്റർ ചെയ്യാനായിട്ടുള്ള എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? അതിൽ ആദ്യമേ തന്നെ പറയുന്നത് 2 വ്യക്തികൾ ഉണ്ടാവണം. ഒരു അൺസർട്ടൺ ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വേജർ അഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്. ഈ അൺസർട്ടൺ ഇവന്റിന്റെ 2 ഓപ്പോസിറ്റ് വ്യൂസ് ആയിരിക്കണം 2 പേർക്കും. ഒരാളത് നടക്കുന്നു, മറ്റാളത് നടക്കില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് 2 പേർക്കും അറിയില്ല. ഓക്കെ, Hi everyone, this is Arjun from Great Learning. Employers, managers, you and അപ്പം ആ അൺസർട്ടൺ ഇവന്റിന്റെ റിസൾട്ട് 2 പേർക്കും അറിയില്ല. ആ അൺസർട്ടൺ ഇവന്റ് ഒന്നില്ലെങ്കിൽ പാസ്റ്റ് കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതോ ഉള്ളതായിരിക്കും. പിന്നെ ഈ പറയുന്ന 2 പേഴ്സൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്തേക്കാണ് മണി പേ ചെയ്യാനായിട്ട്. ഒരാൾ പറഞ്ഞ ആ ഒരു അൺസർട്ടൺ ഇവന്റിന്റെ വ്യൂ ശരിയാവുകയാണെങ്കിൽ അയാൾക്ക് മറ്റാൾ പൈസ തരണം. അത് ശരിയായില്ലെങ്കിൽ തിരിച്ചു. മ്യൂച്വൽ ഗെയിൻ ആൻഡ് ലോസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന പാർട്ടീസിന് ആ അൺസർട്ടൺ ഇവന്റിൽ യാതൊരു കൺട്രോളും ഇല്ല. അവർക്ക് ഈ ഇവന്റിനെ കുറിച്ച് യാതൊരു ബാധ്യതയുമില്ല, യാതൊരു താല്പര്യമില്ല. അവരുടെ മെയിൻ ഇന്റൻഷൻ പൈസ മാത്രമാണ്. ഈ പറയുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അൺസർട്ടൺ ഇവന്റ് സാധ്യമല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ സാധ്യമാക്കുന്ന രീതിയിലോ ആ പാർട്ടീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേജറിംഗ് എഗ്രിമെന്റിന്റെ എസെൻഷ്യൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ വേജറിംഗ് കോൺട്രാക്റ്റിന്റെ ഇഫക്റ്റ് ആണ്. ഇംഗ്ലീഷ് ലോയിൽ ആദ്യം വേജറിംഗ് കോൺട്രാക്ട് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ഒരുപാട് സ്പോർട്സിലും ഗെയിംസിലൊക്കെ ഈ വേജറിംഗ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ പിന്നീട് അത് ഒത്തിരി ഇഷ്യൂസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വേജറിംഗ് കോൺട്രാക്ട് ഇംഗ്ലീഷ് ലോയിൽ നമ്മൾ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. ചില ലീഗൽ ആയിട്ടുള്ള വേജറിംഗ് കോൺട്രാക്ട്സ് മാത്രമേ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്റ്റിൽ വേജറിംഗ് കോൺട്രാക്ട് എപ്പോഴും വോയിഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വേജറിംഗ് കോൺട്രാക്ടിന്റെ ബേസിൽ യാതൊരു ലീഗൽ സപ്പോർട്ടും കിട്ടില്ല. ഈവൻ ലാറ്ററി വരെ ഒരു വേജറിംഗ് കോൺട്രാക്റ്റ് ആണ്. പക്ഷെ അത് ഓതറൈസ്ഡ് ആയിട്ട് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ലീഗൽ. ഇനി നമ്മൾ വേജറും ഇൻഷുറൻസ് നമ്മൾ നോക്കുമ്പോൾ ഒരു സാമ്യമുള്ള പോലെ തോന്നിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് വേജർ ആൻഡ് ഇൻഷുറൻസിന്റെ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിങ്ങനെയാണ്. ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി മീൻസ് സെക്യൂരിറ്റി ആസ്പെക്ട് ആണ് പറയുന്നത്. ഇൻഷുറൻസ് നമുക്ക് ഒരു സെക്യൂരിറ്റി കോൺട്രാക്ട് ആണ്. പക്ഷെ വേജറിംഗ് കോൺട്രാക്ട് ഒരിക്കലും ഒരു സെക്യൂരിറ്റി കോൺട്രാക്ട് അല്ല. പിന്നെ സെക്കൻഡ് തിങ്, ഇൻ വേജർ വൺ പാർട്ടി ലൂസസ് ആൻഡ് അനദർ പാർട്ടി ഗെയിൻസ്. ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം ഉണ്ടാകുന്നു. പക്ഷെ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ദർ ഇസ് നോ ലോസ് നോ ഗെയിൻ. പിന്നെ ഇൻഷുറൻസ് കോൺട്രാക്ട് there will be some insurable interest, life and insurable interest, health and insurable interest, property and insurable interest. പക്ഷേ വേജറിംഗ് കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇനി കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇസ് ലീഗൽ വേറസ് വേജറിംഗ് കോൺട്രാക്ട് ഇസ് ഇല്ലീഗൽ. അപ്പോൾ ഇതൊക്കെയാണ് വേജർ ഇൻഷുറൻസ് തമ്മിലുള്ള ഡിഫറൻസ്. ചിലപ്പോൾ ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് വേജറിംഗ് കോൺട്രാക്റ്റിന്റെ ഇഫക്റ്റും എന്താണ് വേജേഴ്സ് ആൻഡ് ഇൻഷുറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കണ്ടു. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടിജന്റ് കോൺട്രാക്ട് ആണ്. അപ്പോൾ ഈ കണ്ടിജന്റ് കോൺട്രാക്ടിന്റെ ഇതിൽ നോക്കുമ്പോൾ 2 ഡിഫറെന്റ് കോൺട്രാക്ട്സ് ആണ് വരുന്നത്. അബ്സല്യൂട്ട് കോൺട്രാക്ട് ആൻഡ് കണ്ടിജന്റ് കോൺട്രാക്ട്. ഇത് എ കോൺട്രാക്ട് ബേസ്ഡ് upon some condition, that is contingent contract. Whereas a contract which is not based on any conditions to happen,
അതാണ് അബ്സല്യൂട്ട് കോൺട്രാക്ട്. അപ്പോൾ അബ്സല്യൂട്ട് കോൺട്രാക്ട് എന്ന് വെച്ചാൽ എ കോൺട്രാക്ട് where there is no any conditions that to be happened. Whereas in contingent contract there are some conditions which is uncertain and that to be happened. അതാണ് contingent contract. അപ്പോൾ നോക്കൂ, an absolute contract in which the promisor bind himself to perform independent or any conditions of contingency. ഒരു അൺസർട്ടൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ഹാപ്പൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് കണ്ടീജന്റ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. അബ്സല്യൂട്ട് കോൺട്രാക്ട് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഫോം ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് കോൺട്രാക്ട്. നോക്കൂ, അലക്സ് ബിനുവിന് കാറ് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു ഫോർ ₹3 lakhs ആൻഡ് വിത്തൗട്ട് എനി കണ്ടീഷൻസ്. അങ്ങനെ വേറെ ഒരു കണ്ടീഷൻസും ഫോം ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് എൻ അബ്സല്യൂട്ട് കോൺട്രാക്ട്. പക്ഷെ കണ്ടീജന്റ് കോൺട്രാക്ട് അങ്ങനെയല്ല. കണ്ടീജന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് സംഭവിക്കാത്ത അസംഭവ്യമായിട്ടുള്ളത് എന്നാൽ അത് വരാൻ സാധ്യതയുള്ളത്, അല്ലേ? ഇത് അസംഭവ്യമായിട്ടുള്ളത് എന്നാൽ വരാൻ സാധ്യതയുള്ളത്. ഇപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്, ഇല്ലേ? ഇപ്പം മരണം സംഭവിക്കുന്നതാണ്, പക്ഷെ അതെപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അത് സംഭവിച്ചാൽ, അല്ലേ? അതുപോലെ ഇപ്പം ആക്സിഡന്റ് സംഭവിക്കുന്നതാണ്, എപ്പോഴാണെങ്കിലും സംഭവിക്കാം, പക്ഷെ അത് സംഭവിച്ചാൽ. അപ്പം അങ്ങനെയുള്ള അസംഭവ്യമായിട്ടുള്ളത് എന്നാൽ സംഭവിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇവിടെ കണ്ടീഷൻസ് ആയിട്ട് കണ്ടീജന്റ് കോൺട്രാക്ട് വരുന്നത്. A contract is said to be contingent when its performance depend upon happening or non-happening of a future event. ഒരു അസംഭവ്യമായിട്ടുള്ളത് സംഭവിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടീജന്റ് കോൺട്രാക്ട് വരുന്നത്. In other words, contingent contract is one in which the performance becomes due only upon the happening of some future events. ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കണ്ടീജന്റ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം കണ്ടീജന്റ് കോൺട്രാക്റ്റിൽ. ഇപ്പൊ നോക്കൂ, സേവിയർ എന്ന് പറഞ്ഞാൽ പ്രോമിസസ് യാസിർ ടു പേ 1 lakh rupees. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യാസിസ് ഹൗസ് ഇസ് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ, യാസറിന്റെ വീട് തീപിടിച്ചു പോയാൽ സേവിയർ യാസറിന് 1 lakh rupees കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പം ഈ പറയുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് ഫയറിംഗ് ഇൻ ദ ഫ്യൂച്ചർ. പക്ഷെ അത് ആവാതിരിക്കാം. ഓക്കെ, അപ്പം സേവിയറിന്റെ ലയബിലിറ്റി വിൽ ഹാപ്പൻ ഓൺലി വെൻ യാസിസ് ഹൗസ് ഗെറ്റ്സ് ഫയർഡ്. പക്ഷെ അത് നടക്കാതിരിക്കാം. എന്ന് വെച്ചാൽ സേവിയറിന് പോയിട്ട് അത് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ ഒരു എക്സാമ്പിളൂടെ പറയുന്നത്. ഓക്കെ, നോക്കൂ, എ കണ്ടീജന്റ് കോൺട്രാക്ട് is a contract do or not to do something if some event collateral to such a contract does or does not happen. ഒരു കണ്ടീജന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതെ ഇരിക്കാനുള്ള കോൺട്രാക്റ്റ് ആണ്. പക്ഷെ അത് ഒരു കൊളാറ്ററൽ ആയിട്ടുള്ള ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആ കൊളാറ്ററൽ ഇവന്റ് നടക്കാതിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് കണ്ടീജന്റ് കോൺട്രാക്ട്. നമ്മൾ ബേസ്ഡ് ഓൺ കോൺട്രാക്ടിന് എസെൻഷ്യൽസ് പറഞ്ഞ പോലെ തന്നെ കണ്ടീജന്റ് കോൺട്രാക്ട്സിന് എസെൻഷ്യൽസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ കണ്ടീജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ്. എപ്പോഴും കണ്ടീജന്റ് കോൺട്രാക്ട് ഒരു ഫ്യൂച്ചർ ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ആ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടീഷൻ അത് നടക്കാനുള്ള സാധ്യത അൺസർട്ടൺ ആണ്, അസംഭവ്യമായിട്ടുള്ളതാണ്. ചിലപ്പോൾ ആകസ്മികമായിട്ട് സംഭവിച്ചേക്കാം. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഒരു എസെൻഷ്യൽ പറയുന്നത്. പിന്നെ ഒരു എസെൻഷ്യൽ പറയുന്നത് the happening or non-happening of such events should not form an essential part of the contract. അത് ഒരു ഇവന്റ് ഭാവിയിൽ നടക്കാതിരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ കോൺട്രാക്ടിന്റെ മെയിൻ സബ്ജക്റ്റ് അല്ല. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി കൊളാറ്ററൽ. ഇറ്റ് ഷുഡ് ഓൺലി കൊളാറ്ററൽ. അത്
ഒരു കൊളാട്രൽ ആയിട്ട് മാത്രമാണ്. ഇൻ അതർ വേർഡ്സ് event must be non-essential of the contract. ഇപ്പൊ നമ്മുടെ ആ കോൺട്രാക്ടർ ഒരു നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് ഒരു എസെൻഷ്യൽ പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സച്ച് ഇവന്റ് മസ്റ്റ് ബി ബിയോണ്ട് ദ പവർ ഓഫ് ദ കോൺട്രാക്ടിങ് പാർട്ടീസ്. ആ കോൺട്രാക്ട് ചെയ്യുന്ന പാർട്ടീസിന് അവരുടെ പവറിന് അതീതമായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു അൺസർട്ടൺ ഇവന്റിന്റെ ഹാപ്പനിങ്ങും നോൺ ഹാപ്പനിങ്ങും അവർക്ക് ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ സേവ്യറും യാസറിന്റെ കേസ് പറഞ്ഞല്ലോ. സേവ്യർ പറഞ്ഞു യാസറിന് വീട് കത്തിപ്പോവാണെങ്കിൽ 1 lakh rupees കൊടുക്കാം എന്ന് വെച്ച് സേവ്യറിന് പോയി അത് കത്തിക്കാനും പറ്റില്ല, യാസറിന് അത് കത്തിച്ചിട്ട് 1 lakh rupees മേടിക്കാൻ പറ്റില്ല. സംഭവിക്കുകയാണെങ്കിൽ ആണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ കോണ്ടിജന്റ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, സോ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ.